ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അത് ഞങ്ങൾക്കൊരു മരിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ ചായ കുടിക്കാനോ നോക്കി കയറിയതാണ്. ചായ കുടിച്ചിട്ട് പോകാൻ ഞങ്ങൾക്കൊന്ന് ചേച്ചിയുടെ അടുത്ത് വരെ പോകണം. അതുകൊണ്ട് ഞാനും ഭാവി ഒരു മിനിറ്റ് അത് പറയട്ടെ. ഞാനും ആദ്യം അമ്മയും കൂടെ കൂടി ചായക്കടെ ചായ പറയാൻ വേണ്ടി ഇരുന്ന് ഇപ്പം അവിടെ പുറകെ ഒരാൾ കയറി വരുന്നുണ്ട് കേട്ടോ. അതേ നൈറ്റി ആക്കിയിട്ട് എന്നിട്ട് ഞങ്ങൾക്ക് ചായ കിട്ടില്ല, അമ്മക്ക് ആദ്യം ചായ കിട്ടിയത്. അമ്മ എവിടെ പോവും? അമ്മയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോകും. അമ്മ കൂട്ടുകാരിയുടെ വീട്ടിൽ പോകും. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ളൊരു ചേട്ടനാണ് കേട്ടോ, ബിനോനാണ് ചേട്ടൻ. അതെ, പഞ്ചവാദ. അപ്പോൾ അതിന് ഭയങ്കര സങ്കടമായിരുന്നു രാവിലേക്ക്. അതുകൊണ്ട് ഇൻട്രോ ഇന്ന് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചേച്ചിയുടെ അടുത്തേക്ക് പോകാനുള്ള തിരിച്ച് ഇന്നത്തെ വിശേഷം നമുക്ക് കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്താണ് കേട്ടോ. നീ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്താണ്, നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. കാരണം വേറൊന്നുമല്ല, നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പോൾ മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ നമ്മൾ കല്യാണത്തിന് പോയി ഒരാൾ മരിക്കുമ്പോഴാണോ. അപ്പോൾ ഞങ്ങൾ രാവിലെ മരിച്ചോട്ട് പോയിട്ട് വന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ചേച്ചിയുടെ അടുത്ത് പോയി. 12:10 ബസ്സിനല്ലേ പോകാനിരുന്നു. 10 ബസ്സിന് പോകാൻ ചേട്ടനെ കൊണ്ടുവരാൻ താമസിച്ചു. അപ്പോൾ ഇനി 12 മണിയാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ 1 മണി 1:10 വരെ ഞങ്ങൾ ഇരിക്കണം. അപ്പോൾ ചേഞ്ച് ഇല്ല. 500 രൂപ മാറാലോ എന്നോർത്ത് ഇവിടെ കയറി. സത്യം പറഞ്ഞാൽ ചായ കുടിക്കാനല്ല, ഭക്ഷണമൊക്കെ രാവിലെ കഴിച്ചു. എന്നാലും ചായ കുടിക്കാൻ ഞങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ ചായ കുടിക്കലും ചായ കുടിക്കാലോ എന്ന് വിചാരിച്ച് കയറിയതാണ്. പ്രത്യേകിച്ച് നമ്മൾ 500 രൂപ മാറാം. അപ്പോൾ ഓക്കെ, ഇപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് വരാം. അപ്പോൾ 200 രൂപ അവിടെ ഇരിപ്പുണ്ട്, അത് എടുത്താൽ മതിയായിരുന്നു. എന്തിനാ 500 മാറുന്ന കാര്യമില്ല. സാരമില്ല, ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ പോകേണ്ടത് കുഴപ്പമില്ല. അപ്പോൾ 200 രൂപ കൂടെ എൻ്റെ കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് 500. പക്ഷെ 500 രൂപ മാറുമ്പോൾ അതിൻ്റെ സങ്കടം മനസ്സിലാവും. 500 രൂപ ചില്ലറായിരിക്കുന്നത് നോട്ടായിരിക്കുന്നത്, രണ്ടും രണ്ടാ. 500 ചില്ലറാക്കി കഴിഞ്ഞാൽ വിത്തൗട്ട് അവിടെ 500 ചില്ലറാക്കി കഴിഞ്ഞാൽ അത് മൊത്തം തീർന്നു പോകും. ചേച്ചി കടി വേണേ? പരിപ്പോട മതി. അതിക്ക് എന്താ ഉണ്ട്? പരിപ്പോട. നടുക്ക് എന്താ ചേച്ചി കിടക്കുന്നത്? പരിപ്പോടയുടെ ഇതിന്റെ ബോണ്ടയാണോ? താഴത്തെ ബോണ്ടയാണല്ലേ? താഴത്തെ ബോണ്ട. ഞാൻ ഓർത്ത മറ്റേ പരിപ്പോട മതി. അമ്മയ്ക്കോ? 3 എന്തായാലും ഞങ്ങൾ വേഗം ചായ കുടിച്ചിട്ട് പോവട്ടോ. ടാറ്റാ. ഞങ്ങൾ വന്നിട്ട് കാണാം. അമ്മ പോരുന്നില്ല കേട്ടോ. അമ്മ മരിപ്പ് അടക്കാൻ വേണ്ടി പോവാണ്. മരിച്ചോടത്തിന് ഓണാക്കിയല്ലോ. ഞങ്ങൾ വേഗം കഴിക്കട്ടെ. അതെ, പരിപ്പോടെ വന്നിട്ടുണ്ടേ. അപ്പം എന്തായാലും വേഗം കഴിക്കാൻ കൊടുത്തിട്ട് ബസ് കയറാൻ വന്നു. അപ്പോൾ അത് ജെല്ലുമിട്ടായി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഞാൻ ആദ്യം എടുത്തപ്പോഴും കുരങ്ങനെ കഴിക്കാൻ പാടില്ല. കഴിക്കാൻ പാടില്ലതേ. ഒരു കുരങ്ങനെയാണ് കിട്ടിയതുണ്ടോ? ഫേസ് കട്ട് സെയിം. ഫേസ് കട്ട് സെയിം. ആരുടെ? ഇതുമല്ലേ? അപ്പൊ ഭാവം പിടിച്ച അതുപോലെ തന്നെ. അപ്പൊ തിരിച്ചു വെച്ചോളൂ. സെയിം പിച്ച് കാണിച്ചില്ലല്ലോ. ഞാനാണ് എല്ലാ ദിവസവും പച്ച ചുരിദാർ ഇട്ടുണ്ട് പോകുന്നുണ്ടാന്ന് നോക്കരുത്. ഞാനൊരു ചുരിദാർ മാത്രമേ കണ്ടെത്തിട്ടുള്ളൂ. ഇഷ്ടം പോലെ ഇങ്ങനെ മാറി മാറിയിടാൻ ഇവിടെ. പിന്നെ ഞാനെന്നാ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി. അതെ, എൻ്റെ മുടിയും ജസ്റ്റ് ചുള്ളത്തി. കാരണം ഭയങ്കര ഇതായിരുന്നു തടിയിൽ. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു. നല്ല. അതെ, ഇതെല്ലാവരും പറഞ്ഞു നല്ലതാണ്. അയ്യോ പറ, എന്താണ്? ഞങ്ങൾ ബസ്സിൻ്റെ ചാടി കയറി. നെടുങ്കണ്ട ബസ്സായിരുന്നു. കാര്യമൊക്കെ പറഞ്ഞ് ബോർഡ് വായിച്ചില്ല. നേരെ നെടുങ്കണ്ടത്തിന് പോകാനായിട്ട് കയറിയത് കേട്ടോ. എന്നാ പറയാൻ ഒട്ടാത്തി വരെ പോയിട്ട് തിരിച്ചു പറയായത്. ഇറങ്ങിയപ്പോൾ അകലേന്നത് ശക്തി വരുന്നുണ്ട് കേട്ടോ. രാജപ്പുറ വന്നിട്ട് ഇതേ മേളിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ലിതിമോൾ ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യം 2-3 പ്രാവശ്യം വന്നുകൊണ്ട് ആദ്യം വഴി കാണിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ആദ്യക്ക് വഴി തരാമെന്ന് പറഞ്ഞാൽ ആദ്യം ഓടുക കേട്ടോ. അപ്പോൾ അതേ ലിതിയുണ്ടേ. നല്ല വെയിലാട്ടോ. ലിതിമോളെ വെയിൽ. ഓ, നമ്മളൊക്കെ പൊള്ളി പോവാണ് കേട്ടോ. സ്പീഡിൽ നടക്കാം നമുക്ക്. അയ്യോ, ലിതിമോള് മടുത്തോ? ഇല്ല, നമുക്ക് ഇടുക്കിയിൽ ഇത്രയും വെയിലാണെങ്കിൽ നാടൊക്കെ പറയണം. സത്യം കേട്ടോ. നാട്ടിലേക്കുള്ളവരൊക്കെ നിങ്ങളൊക്കെ എങ്ങനെ നിൽക്കുന്നത് എനിക്കറിയാൻ പാടില്ല. തോല് വെയിൽ. രാവിലെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് തൈരും അതുപോലെ മാവൊക്കെ കൂട്ടിയൊന്ന് അരച്ച് മുഖത്തിട്ടായിരുന്നു. അതൊക്കെ ആ ഗ്ലോ ഒക്കെ മങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്.
ആ അതിലേമ്പോൾ ധൈര്യം അപ്പം ആദ്യക്ക് വഴി അറിയാമെന്നുണ്ട് അത് സ്പീഡിൽ ഓടുക കേട്ടോ. ഉത്സവത്തിന് ഞങ്ങൾ വന്നോന്ന് പറഞ്ഞിട്ട് ഞാനിതിൽ 5-6 പ്രാവശ്യം പോയിട്ട് ഞാൻ കയറിയില്ല കേട്ടോ. എന്തായാലും അടുത്തതിന് നമുക്ക് വരാമല്ലേ ഉത്സവത്തിന്. ഇത് എന്താ മുമ്പോട്ട് പോകാൻ പറ്റാത്ത? എവിടെ എവിടെ? ആ അവിടെ. ആ വെയില ഭയങ്കര. ആദ്യയുടെ പുതിയ ഷർട്ടാട്ടോ അടി. എങ്ങനെയുണ്ടെന്ന് പറയാൻ സൂപ്പറാ, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അവനൊക്കെ സൈസ് കൂടിയതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഇരുന്ന ഇഷ്ടം. എന്താ അമ്പോ ഇതാരാ? ഒന്നുമില്ലമ്മ ഇല്ലമ്മ ഇല്ലമ്മ പൊക്ക 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 പൊക്ക. ഇതെന്നാടാ എന്നെ പറഞ്ഞ പോടാ കൂടെ ഇവിടെ പോടാ. എന്നെ പുറകെ വരുവാ. അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നാടൻ പട്ടിയാവൂടി. പൊക്ക പൊക്ക അതിൽ പൊക്ക. പുറകെ വരുമായിരുന്നു കേട്ടാ. പോടാ പാടാ ഇങ്ങ് വരാതെ പോട്ടെ പോട്ടെ. ഇതാ ടീച്ചറിൻ്റെ വീട്. നീ അങ്ങോട്ടാ? ആ പാടില്ല അങ്ങോട്ടാ. ആ അയ്യേ ആദ്യം അമ്മ പോയി. എടാ ഞങ്ങൾ ഇതിന് മുന്നേ ഇതിലേക്ക് വന്നിട്ടുണ്ടാ. അതെ ഞങ്ങൾ വർഷങ്ങൾ നടന്ന സ്ഥലം ഇതിലേക്ക്. നമ്മുടെ കൂട്ടുകാരി ചേച്ചിയുടെ വീട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അവിടെ ഞങ്ങൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അതുപോലെ ചേച്ചിക്ക് സ്നേഹമായിരുന്നല്ലോ ഇവിടെ സൂസൻ ചേച്ചി. കാരണം പാവങ്ങളെ ഒക്കെ ദൈവം നേരത്തെ വിളിക്കുന്നത്. ഭൂമിയിൽ കഷ്ടപ്പെടേണ്ട അങ്ങ് പോരേന്ന് പറയുന്നതായിരിക്കുമല്ലോ ഇത്. ഇവിടെ ഒരു പട്ടിയുണ്ട്, അതാണ് അത് പേടിച്ച് നിൽക്കുന്നത്. ഒരു ഞാൻ എന്നും ഈ സാധനം ദേ പ്രതിമ കണ്ടോ? ദേ പ്രതിമ ഒരു ചേച്ചി അവിടെ തുടങ്ങി നോക്കുന്നല്ലോ ഒന്നുകൂടി. എനിക്ക് തോന്നിയോ? ഒരു പ്രതിമ ഇരിപ്പുണ്ട്. ദൈവമേ ഞങ്ങൾക്ക് 1 മണിക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട് കറി കൊണ്ടുവരാനിരുന്ന ഞങ്ങൾ 2 മണിയായി സമയം. മരിച്ചു കൊടുത്ത് അത് തന്നെ, അതാ ലേറ്റായി. പിന്നല്ലേ ഞങ്ങൾ അത്രയധികം കുഞ്ഞിനെ മുന്നേ അറിയുന്നൊരു ചേട്ടനായിരുന്നു. അതെ അവസാനം കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും കല്യാണം അതൊക്കെ ഒഴിവാക്കി. ഇങ്ങനെ ഈ മരണം പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. ജീവിതത്തിൽ അവസാനമായിട്ട് അവരെ കാണുന്നതല്ലേ. അതെ കല്യാണത്തിന് പോയി മരിച്ചു വീട്ടിൽ പോകണം. നീങ്ങി നടന്നതല്ലേ പുറത്തൊക്കെ കളയും. ഇതാണ് സൂസൻ ചേച്ചിയുടെ വീട്. അയ്യോ ഓടിപ്പോ വീണാനെ. സുരേഷ് ചേട്ടൻ പണിയുന്നുണ്ട് എന്നാ ഈ ചാടാ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് എന്താ പരിപാടി? നമ്മൾ പാത്രങ്ങളൊക്കെ ഒതുക്കി പറക്കി വെക്കുവാണ്. അതെ ഒരു 2-3 ചേച്ചിക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കണ്ട വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ കിടന്ന കിച്ചൺ ഒരുവിധം നല്ല രീതിയിൽ പെയിൻ്റ് ഒക്കെ അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സൗകര്യമുള്ള കിച്ചണാണ് കേട്ടോ, നമ്മുടെ പോലെ കുഞ്ഞി ഇതല്ല. പാത്രങ്ങൾ 2 പേരും കൂടെ ഒതുക്കാം. അപ്പം ഞാൻ കുഞ്ഞാവയുടെ അടുത്ത് പോയിരിക്കട്ടെ. കൊള്ളാം. ഒരു പെയിന്റ് അടിച്ചോണ്ടിരിക്കുക. തിരിച്ചു വരുമ്പോൾ ഫിനിഷ് ആവും. അപ്പൊ നല്ല ഫ്രഷ് ആയിട്ട് കാണിച്ചെടുക്കാം. ആ അതെ സുരേഷ് ചേട്ടൻ അടിക്കുന്നത് അങ്ങോട്ട് കാണിച്ചു തന്നിട്ട് പോട്ടെ. ഇത്രയും സപ്പോർട്ട് ചെയ്ത് ചേട്ടായിന് കിട്ടിയെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതേ നമ്മുടെ സുരേഷ് ചേട്ടൻ അടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ അതെ വെള്ളം ഇവിടെ അടിക്കാത്തത് പൊന്നുവിനെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് കേട്ടോ. കാരണം പൊന്നു വരച്ചൊക്കെ വെക്കും അല്ലേ. നീലൊക്കെ ഭംഗി കളർ അടിച്ചിട്ട് കേട്ടോ. ഫിനിഷ് ആകുമ്പോഴത്തേക്കും അടിപൊളിയാവേ. പിന്നെ ഇവിടെ ബ്ലാക്ക് ഒക്കെ അടിച്ചിട്ട് അടിപൊളിയായി. ലിജിമോൾ അവിടെ ഉണ്ടാ പണിയില്ല. കുഞ്ഞിറക്കനും അമ്മ ഇവിടെ അന്നക്കുട്ടിയും എല്ലാവരും ഉണ്ട്. അപ്പം ഞാനും പൊന്നും അതെ പൊന്നും ആദ്യം കൂടെ പൊന്നുവിന് യൂണിഫോം എടുക്കാൻ പോവാട്ടോ.
പിന്നെ വൈകുന്നേരം ചായയൊക്കെ കുടിക്കാന്ന് വിചാരിച്ചൊരു പാലൊക്കെ മേടിക്കണം. എൻ്റെ ഫോണിൽ അവനോട് ഇരിക്കുകയാണ്. ആ ഇനിയിപ്പോ നിങ്ങൾ എടുത്തോ. ആ ഏട്ടായുടെ ഫ്രണ്ടാണ്, അതുപോലെ അയൽവാസിയല്ലേ ചങ്ക് ഫ്രണ്ടാണ് സുരേഷ് ഏട്ടൻ. ചെങ്കുളത്തെ വീട്. അതെ അതെ, സ്ഥലം മാറിയതിട്ട് ഫ്രണ്ട്ഷിപ്പ് മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവര് പെയിന്റ് ഒക്കെ ചെയ്യട്ടെ, അപ്പോഴത്തേക്ക് ഞങ്ങൾ പോയിട്ട് വരാം. ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിള്ളേർ ഓട്ടമായി നില്ലടാ. നല്ല വെയിലായിരുന്നു കേട്ടോ. ആണ് ഞാൻ കുടയൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല വെയിലത്ത് കുടയൊന്നും ചൂടാണ്ടാവുന്നേ. തിരിച്ചു വന്ന് കുടയൊക്കെ ചൂടിയിട്ട മതി. പൊന്നു ഒപ്പം നിൽക്ക്, ഒപ്പം പോ. നല്ല കയറ്റമുണ്ട് കേട്ടോ നടന്നു പോകാനായിട്ട്. യെസ് ഗൈസ്, അത് താഴെയാണ് കേട്ടോ. അതിന് തിരിച്ചു പോകുമ്പോ കാണിച്ചു തരാം. നമ്മുടെ ചുരുക്ക് കാണുന്നൊരു വീട്. ആ വീട്ടില് ചുരുക്കുനെ പോലെ ഒരു പട്ടി. ചുരുക്കല്ല കേട്ടോ, ചുരുക്കു കണക്ക് ഇരിക്കുന്ന ഒരു പട്ടി. അയ്യോ, കയറ്റം കയറി വരുമ്പോഴത്തേക്ക് മടുപ്പാവും കേട്ടോ. തുണി എടുക്കാൻ വന്നു കേട്ടോ. പൈസ കൊടുക്കണം. അപ്പൊ അതെ ഒരു ബൂസ്റ്റൊക്കെ എടുത്ത് നേരത്തെ കൈ പിടിച്ചേക്കോളൂ കേട്ടോ. അപ്പൊ ആരും എനിക്ക് ബൂസ്റ്റ് തരും? ആ പോടാ മതി. എന്നതാടാ? ആ ഞാൻ തരാം. വേറെ ആരെങ്കിലും മേടിപ്പോ. ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. ഞങ്ങളിത് കടയിൽ പോയിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പം നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിള്ളേർ രണ്ടുപേരും ജ്യൂസൊക്കെ കുടിച്ച് പോരുക. ഞങ്ങൾ പാലും അടിക്കുള്ളതൊക്കെ മേടിച്ചിരുന്നു, മിച്ചറും ഇതൊക്കെ മേടിച്ച്. അയ്യോ, നല്ല മഴ വരാൻ പോകട്ടോ. നല്ല വെയിലാന്ന് പറഞ്ഞിട്ട് നല്ല മഴ വരട്ടെ, നല്ല കാര്യം കേട്ടോ. ഇത്തിരി ചൂടിന് ശമനം കിട്ടും. അതാണ്. എന്താ ഇത്ര നേരം മഴയത്ത്? അതെ, നല്ല തണുപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും വേഗം നമുക്ക് പോവാം. ഞങ്ങളിത് വീട്ടിലെത്താറായിട്ടുണ്ട് കേട്ടോ. നല്ല മഴ, നല്ല മഴയാണ് വരുന്നത്. എന്തായാലും മഴയ്ക്ക് മുന്നേ ഞങ്ങൾ വീട്ടിലെത്തി. കാറ്റ് വീശുന്നു, നല്ല കാറ്റില്ലടാ. ആദ്യം പൊന്നൊക്കെ പറന്നു പോകും. ഇപ്പോൾ വീട്ടിൽ പൊക്കോ, ഇല്ല മരക്കൊമ്പ് വല്ലതും വീഴാതെ. ഞങ്ങളൊക്കെ തെറിച്ചു പോകട്ടോ. ഓ പൊന്നു നേരെ നോക്കിയടാ. പോ, ഇറങ്ങിപ്പോ. എൻ്റെ കപ്പ മരം, എൻ്റെ കപ്പ ചീനിയുടെ മരം കണ്ടോ? അകത്തുണ്ടോ എന്തോ, അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും കേട്ടോ. ദിവസം രണ്ടുപേരും മേടിച്ച്. അപ്പോൾ ദേ ഇവിടെ അടിച്ചു കഴിഞ്ഞ കേട്ടോ. അപ്പം ദൂരേന്ന് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണേ. അപ്പം നമ്മൾ അടുപ്പയിൽ വെച്ചിട്ടുണ്ട്, ഗ്യാസിൽ വെച്ച്. ഇനി വേണ്ടേ ചായപ്പൊടി ഇടണം, പഞ്ചസാര ഇടണം, എല്ലാവർക്കും കൊണ്ടേ കൊടുക്കണം. ആദ്യചേട്ടനും കൊടുക്കണം, ആദ്യചേട്ടനും കൊടുക്കണം. പൊണ്ണുകുട്ടി സതിക്കാൻ വന്ന എന്തിനാ? ഇല്ല, ആദ്യചേട്ടനും കൊച്ചു ജ്യൂസ് കുടിച്ചോ? അവതെ അടിപൊളിയായിട്ട് ചേട്ടായി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അടിപൊളിയല്ലേ? ഇവിടെ വീട് ദേ അടിപൊളിയായിട്ട് സൂപ്പറാക്കി കേട്ടോ. ഉണ്ടാ ഇതാണ് ഫുള്ള്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ സൈഡിൽ നിന്നാണ് വീഡിയോ എടുക്കാറ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വീട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം.
പെയിന്റ് ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇപ്പം അടിച്ചുള്ളത് അടിപൊളി വീടാക്കി എടുത്ത കേട്ടോ. ഞാൻ മേളിക്കേറി നോക്കിയിട്ടും വരാം. ജനലും കൂടെ ഇങ്ങനെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് അടിപൊളിയാവേ. എന്താ സൂപ്പറായി, ഡിസൈനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ ചേട്ടായി നന്നായിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്യും. അപ്പോൾ ചേട്ടായിയുടെ കോണ്ടാക്ട് നമ്പർ തരാം, നിങ്ങൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. ഇടുക്കിയിൽ ആരെങ്കിലും ഒക്കെ അതെ, ഇടുക്കിയിൽ. ഇനിയുണ്ട്, ജനലൊക്കെ അടിക്കാനുണ്ട്. അപ്പം നമ്മൾ ഇങ്ങോട്ടൊക്കെ അതെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മുടെ അമ്മയുടെ കാടാ കാണുന്നത്. അതെ, അമ്മ പണിയെടുക്കുന്ന കാടാ അത്. അതെ. കൊച്ചെന്താ കാണുന്നേ? മരങ്ങൾ കാണുന്നുണ്ടോ? പൂക്കില് കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലേ? മരമുണ്ടോ? പൂക്കളുണ്ടോ? നിനിശിയമ്മ എന്തേ? നിനിശിയമ്മ എന്തേ? കുഞ്ഞാ കുഞ്ഞാ പോപ്പോന്റെ പോവാ. ഞാവരെടുത്താട്ടോ കുഞ്ഞാർക്കനെ ഞാനാണെങ്കിൽ തിന്നാൻ പോവാണേ. അപ്പൊ ഞങ്ങള് ഇവിടെ ഇരിക്കാനാട്ടോ. കുഞ്ഞ് നല്ല ഉറക്കത്തില്ല. അപ്പോൾ ആ ചേട്ടായിയൊക്കെ ഒരുങ്ങുന്നു, അമ്മ എല്ലാവരും ഒരുങ്ങുന്നു. ഞങ്ങളിങ്ങനെ ഡ്രസ്സൊന്നും മാറാത്ത, ഞാൻ മാറിയില്ലായിരുന്നു, എനിക്ക് ഇതിമോള് നേരത്തെ മാറിയിട്ട് അങ്ങ് ഇരിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മീൻ മേടിക്കണം. പിന്നെ നമ്മുടെ കുഞ്ഞേച്ചിയുടെ ഒക്കെ തറവാട്ടിലൊക്കെ ഒന്ന് പോകണം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പോകുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ വന്നിട്ടൊന്നും ചെയ്തൊന്നുമില്ല. ഒച്ച ഉണ്ടാക്കുന്നത് കൊക്കരക്കോയോ? അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക, അവർ ഒരുങ്ങട്ടെ എന്ന് വിചാരിച്ചു. നമ്മളിനി 2 കപ്പളം നിൽപ്പുണ്ട്, 2 അല്ല 3 കേട്ടോ. വിളിക്കാൻ ഒരു കൊണ്ടല്ലേ ഉള്ളൂ. എല്ലാവരും ഇറങ്ങി നിൽക്കോട്ടെ. അപ്പൊ ചെറിയ തോതിൽ മഴ വന്നു തുടങ്ങുന്നത്. ഇവിടെയൊക്കെ മൂടിക്കിടക്കും കേട്ടോ. എന്താ പിന്നെ ദേ കാണുന്ന ഒരു ഓഡിറ്റോറിയമാണേ. അപ്പോൾ ആ ഓഡിറ്റോറിയത്തിൽ കല്യാണമൊക്കെ നടക്കുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. കുഞ്ഞർക്കിനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കുഞ്ഞാൻ്റെ അടുത്ത് വെച്ചിങ്ങനെ എണീച്ച് അമ്പോ കുഞ്ഞേ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി. അപ്പോൾ മേലിലാട്ടോ ഓട്ടോ വരുന്നപ്പോൾ ഞങ്ങൾ പയ്യെ നടക്കുക. മഴ ചെറുതായിട്ട് പിടിയുന്നുണ്ട്. ഇതേ കുട്ടാമറം കയറിയിരിക്കും കേട്ടോ. ഇതേ വലിയ കെട്ടിക്കാറായ പെങ്കൊച്ച്. അയ്യോ, ഇന്ന് പോണ്ട, ഇവിടെ നിൽക്കാൻ തന്നാ. അയ്യോ, ഓട്ടക്കാരൻ അവിടെ വന്നു കാണും. ഞങ്ങൾ സ്റ്റാൻഡിൻ്റെ താഴെ, സ്റ്റാൻഡിലല്ല അതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു വഴിയിലേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മീൻ മേടിക്കാനായിട്ട് പോകാം. ചേട്ടായൊക്കെ മീൻ മേടിക്കാൻ പോയപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കാം കേട്ടോ. വെച്ചും മീൻ മേടിക്കാൻ വന്നിട്ട് ഉണക്കമീൻ മേടിച്ചോണ്ട് വന്നു കേട്ടോ ചേട്ടായൊക്കെ. തുണ്ടനാണോ മേടിച്ചേ? 500 രൂപയോ? ഓ, തുണ്ട മീൻ ഭയങ്കര റേറ്റ് ആട്ടോ, 500 രൂപ. പണ്ടൊക്കെ 150 രൂപയ്ക്ക് കട്ടിയുണ്ടെന്ന സാധനത്തിനൊക്കെ 500 രൂപയായിട്ടോ. എല്ലാവരും അട്ടിയട്ടിയായിട്ടിരിക്കും കേട്ടോ. ഞാനെവിടെയായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഉണ്ടോ അത് കുഞ്ഞൻ പോലെ ഇരിക്കുന്ന അന്നക്കുട്ടി നമ്മുടെ മതി. എല്ലാവരും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കട്ടോ.
വന്നിറങ്ങി തറവാട്ടിലാണ് കേട്ടോ. പട്ടിയൊന്നും ചെയ്യൂല. അതെ വാ വാ പൊന്നു വാ. ഇത് നമ്മൾ കണ്ടു കേട്ടോ. എല്ലാവരും ഇറങ്ങാൻ പോവാ. എന്റെ പൊന്നടി എന്നെ നിർത്തി. അതെ ബാ ബാ ഒന്നും ചെയ്യില്ലടാ. അതി സ്നേഹമായിട്ടാടാ ആദ്യ രക്ഷപ്പെട്ടു. അതെ അതിന് പുറമായിരുന്നു. ഇല്ല ബാ ബാ ഒന്നും ചെയ്യില്ല. നല്ല പട്ടിക്കുഞ്ഞാ. ബാ ഈ ചെരുപ്പിട മോനെ, ചെരുപ്പിട്. എന്താണ് കിട്ടിയോ പൊന്നിന്? അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ തറവാട്ടിലൊക്കെ പോയിട്ട് ഇതേ തിരിച്ചു പോവാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. ഓ മാമ മുച്ചന്ത മാമ പാട്ടാട്ടോ. അപ്പം ഞങ്ങൾ പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിങ്ങനെ വോയിസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചേട്ടായി അപ്പുറം ഇരുന്നിട്ട് നല്ല കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്നൊക്കെ ഉള്ള അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ വീഡിയോ കണ്ടുകൊള്ളുക, സപ്പോർട്ട് ചെയ്തുകൊള്ളുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.